ഹലോ സ്റ്റുഡൻസ്, ഞാൻ അഖിലാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, എനി ഓബ്ജക്റ്റ് കംപ്രൈസസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈച്ച് പാർട്ടിക്കിൾ ഈസ് പുൾഡ് ടുവേർഡ്സ് ദ എർത്ത് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. Thus, the force on the particles are equal, parallel and act in the same direction. These forces will have a resultant which acts through a particular point G. This fixed point G is called the center of gravity. നമ്മളിപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു എടുക്കുകയാണ്. ആ വസ്തു അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടായിരിക്കും അതുണ്ടായിരിക്കുന്നത്, ആ വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കിളും നമ്മുടെ താഴോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓരോ പാർട്ടിക്കിളിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ പാർട്ടിക്കിളും താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പാർട്ടിക്കിളും ഒരേപോലെ ഉള്ളത് കൊണ്ട് അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആണെന്ന് മാത്രമല്ല അതെല്ലാം പാരലലും ആയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു വസ്തു. അപ്പോൾ ആ വസ്തു ചെറിയ ചെറിയ പാർട്ടിക്കിളായിട്ട് ഇങ്ങനെ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ പാർട്ടിക്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിളും താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എല്ലാം ഈക്വലാണ്, അതേപോലെ തന്നെ അത് പാരലലുമാണ്, അത് താഴോട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം റിസൾട്ടൻ്റ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ എല്ലാം റിസൾട്ടൻ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ നിന്നായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. ആ റിസൾട്ടൻ്റ് ഫോഴ്സാണ് ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ വസ്തുവിൻ്റെ എല്ലാ ഫോഴ്സുകളുടെയും റിസൾട്ടൻ്റ് ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ നിന്ന് ആക്ട് ചെയ്യും. ആ പർട്ടിക്കുലർ പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്ക് കൺസെപ്റ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. In physics, an imaginary point in a body of matter where, for convenience in certain calculations, the total weight of the body may be thought to be concentrated. വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ഫോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ബോഡീസ് ഡ്യൂ ടു വിച്ച് ദേ അട്രാക്ട് ഈച്ച് അതർ ഈസ് കാൾഡ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ആ അട്രാക്ഷൻ ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ദ മ്യൂച്വൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ബോഡീസ് ഡ്യൂ ടു വിച്ച് ദേ അട്രാക്ട്, എന്തുകൊണ്ടാണോ അത് അട്രാക്ട് ചെയ്യുന്നത്, ഈച്ച് അതർ ഈസ് കോൾഡ് ഗ്രാവിറ്റേഷൻ എന്ന് പറയും. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ എർത്ത് ഡ്യൂ ടു വിച്ച് ഇറ്റ് അട്രാക്ട്സ് ആൾ ബോഡീസ് ടുവേർഡ്സ് ഇറ്റ്സ് സെൻറ്റർ ഈസ് കാൾഡ് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ വാല്യൂ ഓഫ് ഗ്രാവിറ്റി വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ ദ ഗ്രൗണ്ട് സർഫസ്. ഇറ്റ്സ് ജനറൽ വാല്യൂ ഈസ് 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി സർഫസിലല്ല ഭൂമിയിലേക്ക് എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാവിറ്റി എന്നുള്ളത് ഭൂമിയുടെ പ്രതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ല. ചില സ്ഥലത്ത് അത് 9.2 സംതിങ് ആയിരിക്കും, ചില സ്ഥലത്ത് അത് 10 വരെ പോകാം. പക്ഷെ നമ്മൾ അതിൻ്റെ എല്ലാം ഒരു ആവറേജ് എടുത്തിട്ട് അതിൻ്റെ ജനറൽ വാല്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം ജനറൽ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സിലറേഷൻ അല്ലെ, അതിന് നമ്മൾ പറയുന്ന വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
ഓക്കെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, എല്ലായിടത്തും ഈ വാല്യൂ ഒരേപോലെ ആയിരിക്കില്ല, വേരി ചെയ്യുന്നുണ്ട്. ഒരു 9 പോയിൻറ്റ് സംതിങ് മുതൽ 10 വരെയൊക്കെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആയിട്ടാണ് 9.81 m/s² എന്ന് എടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് എന്താണ് സെൻട്രോയിഡ് എന്ന് നോക്കാം. ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്സ് സച്ച് ആസ് സർക്കിൾ, ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾസ് ആർ പ്ലെയിൻ ഫിഗേഴ്സ് having only 2 dimensions. They are also known as laminas. They have only area but no mass. The center of gravity of this plane figure is called as centroid. It is also known as geometrical center. ഇത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യം ഒരു വസ്തു പറഞ്ഞായിരുന്നു. ഒരു വസ്തു, അതിൻ്റെ പല ചെറിയ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ അതിന് ഒരു മാസ് ഉണ്ടായിരുന്നു, ഒരു മാസ്സായിരുന്നു അതിന് ആക്ട് ചെയ്യുന്നത്, അതിനൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, അതേപോലെ സർക്കിൾ, അതെല്ലാം എന്താണ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഓക്കെ. അപ്പോൾ അതിനൊരു മാസ് നമുക്ക് പറയാനുണ്ടാവില്ല. ഓക്കെ. അപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, സെൻട്രോയിഡ് എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഒരു മാസ് ഉണ്ടാവില്ല, അതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഏരിയയെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറിന് എന്തുണ്ടാകും, ഒരു മാസ് ഉണ്ടാകും. ഇതിൻ്റെ ഏകദേശം നടുക്കുന്നൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് വരുന്നത്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സർക്കിളായിട്ട് കൊടുത്തിരിക്കുന്ന ഇത് 2 ഡയമെൻഷനിലായിട്ടുള്ളൊരു ഫിഗർ അല്ലേ, ഇതിനകത്ത് മാസ് ഉണ്ടാവില്ല, അതിന് ആ ഒരു ഏരിയ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഏരിയയെ നമ്മളതിൻ്റെ ഒരു പോയിൻ്റിൽ നിന്നായിരിക്കും ഇതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്ത ആ പർട്ടിക്കുലർ പോയിൻറ്റിനെ നമ്മൾ എന്തെന്ന് പറയും, സെൻട്രോയിഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ പ്ലെയിൻ ഫിഗർ ആണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയും. അതേപോലെ തന്നെ മാസുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അതിന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം, മെത്തേഡ് ടു കാൽക്കുലേറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിന് ഉള്ള മെത്തേഡ്സാണ്, ഒന്നാമത്തെ മെത്തേഡാണ് ബൈ ജിയോമെട്രിക്കൽ കൺസിഡറേഷൻ. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അടുത്തത് ബൈ മൊമെൻ്റ് എടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. അടുത്തത് ബൈ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇനി നമ്മൾ ഓരോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബൈ ജിയോമെട്രിക്കൽ കൺസിഡറേഷൻ എന്നാണ് നമ്മളിനി പറയുന്നത്. നമ്മളിനി ഓരോ ഷേപ്പായിട്ട് നമ്മളെടുക്കും, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരുമെന്നുള്ളത് നമ്മൾ പറയുകയാണ്. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ഈസ് ഇറ്റ്സ് സെൻറ്റർ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു സർക്കുലറായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേന കൊണ്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യാനൊക്കെ നമ്മൾ നോക്കില്ലേ. അപ്പോൾ ഒരു സർക്കുലർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏത് പോയിന്റിൽ വെച്ചാലായിരിക്കും അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഏകദേശം സെൻറ്ററിലായിരിക്കും അല്ലേ. അപ്പോൾ ആ സെൻറ്ററിൽ കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലായിരിക്കും, കൃത്യമായിട്ട് അതിൻ്റെ നടുക്കായിട്ടുള്ള ആ സെൻട്രൽ പോയിന്റിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ ഓർ പാരലോഗ്രാം. ഇപ്പോൾ സ്ക്വയർ ആയിക്കോട്ടെ, റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാരലോഗ്രാം ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളിനി പറയാവുന്നത്. ഓക്കെ,
ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഓർ പാരലോഗ്രാം ഈസ് അറ്റ് ദ പോയിന്റ് വെയർ ഇറ്റ്സ് ഡയഗണൽസ് മീറ്റ് ഈച്ച് അതർ. ഇറ്റ്സ് ഓൾസോ ദ മിഡിൽ പോയിന്റ് ഓഫ് ദ ലെങ്ത് ആസ് വെൽ ആസ് ദ വിഡ്ത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാരലോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ക്വയർ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ഡയഗണൽ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ 2 പോയിന്റുകൾ ഈ കോർണർ മാർക്ക് ചെയ്തിരിക്കുന്ന ഡയഗണലിൽ നമ്മൾ വരയ്ക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡയഗണലിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അവിടെയായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിന് ഇങ്ങോട്ട് ലെങ്തും ഉണ്ട്, ഇങ്ങോട്ട് എന്തുണ്ട്? ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ഈ ലെങ്തിൻ്റെ നേരെ പകുതി എടുക്കുന്നു, ബ്രെഡ്ത്തിൻ്റെ നേരെ പകുതി എടുക്കുന്നു. അപ്പോൾ ആ 2 പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അങ്ങനെ ആ 2 രീതിയിലും നമുക്ക് പറയാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ മാർക്ക് ചെയ്യുന്നു, ആ ഡയഗണലിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്തും എടുക്കുന്നു, ബ്രെഡ്ത്തും എടുക്കുന്നു, അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് അവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്തായിരിക്കും? അവിടെയായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാം. നമ്മളൊരു നോട്ട്ബുക്ക് എടുക്കുന്നു. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒറ്റ കൈയിൽ അത് കൃത്യമായിട്ട് നിൽക്കുന്ന രീതിയിൽ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു. നമ്മൾ അതിൻ്റെ സൈഡിലോ അറ്റത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ബാലൻസ് ആകുമോ? ഇല്ല. കൃത്യം അതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് നമ്മൾ കൈ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, അതിനകത്തൊരു ഡയഗണൽ വരച്ചിട്ട് അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണോ അവിടെ നമ്മൾ കൈ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാലൻസ് ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസ് ആയിക്കോട്ടെ, പാരലോഗ്രാം ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, ഇതെല്ലാം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് അതിൻ്റെ ഡയഗണൽ കൂട്ടിമുട്ടുന്ന പോർഷനിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ട്രയാങ്കിളാണ് പറയാനുള്ളത്. ഓക്കെ, ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ ഈസ് അറ്റ് ദ പോയിന്റ് വെയർ ദ മീഡിയൻസ് ഓഫ് ദ ട്രയാങ്കിൾ മീറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏത് ട്രയാങ്കിൾ ആയിക്കോട്ടെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് എവിടെയായിരിക്കും? അതിൻ്റെ മീഡിയൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മീഡിയൻ വരയ്ക്കുകയാണ് നമ്മൾ, അതിൻ്റെ മീഡിയൻസ് വരയ്ക്കും. അപ്പോൾ അത് കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈസ് 1/3 ഓഫ് ഇറ്റ്സ് ഹൈറ്റ് ഫ്രം ഇറ്റ്സ് ബേസ് എന്നും നമുക്ക് പറയാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എല്ലാ ലെങ്തിൻ്റെ പകുതി എടുക്കുന്നു. അപ്പോൾ ഈ ലൈനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുന്നു, അതേപോലെ ഈ ലൈനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുന്നു, ഈ ലൈനാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുന്നു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഈ പകുതി എടുത്ത് ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലൈൻസ് വരയ്ക്കുകയാണ്. ലാസ്റ്റ് വരച്ചത് മാറിപ്പോയി, വരയ്ക്കുകയാണ്. അപ്പോൾ അവിടെ കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഈ ബേസിൽ നിന്ന് എത്ര ലെങ്ത് വ്യത്യാസമായിരിക്കും? h/3. ഈ ടോട്ടൽ ലെങ്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? h എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്തിന്, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ആ ലെങ്തിനെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്ന് പറയാം? h/3 ഹൈറ്റ് മാറിയിട്ടാണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറ്റിനെ നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഹൈറ്റ് ഒരു 9 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈറ്റ് 9 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും വരിക? 9/3 എന്നുള്ള പോർഷൻ. അപ്പോഴത്തേക്ക് എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ ഈ ലെങ്ത് എത്രയായിരിക്കും? 3 ലെങ്ത് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് അതിൻ്റെ മീഡിയൻസ് ആയിരിക്കും. ആ മീഡിയൻസ് ലൈൻസ് കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലായിരിക്കും അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും? അത് എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? h/3 ഡിസ്റ്റൻസ് മാറിയായിരിക്കും. h എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഈ ഹൈറ്റ്, ഈ സൈഡിൻ്റെ എന്നല്ല, ആ ബേസിൽ നിന്നുള്ള എത്ര ഹൈറ്റാണോ ഉള്ളത് ആ ഹൈറ്റാണ് h എന്നുള്ളത്. അപ്പോൾ ആ സൈഡിൻ്റെ ലെങ്ത് ആകണമെന്നില്ല. ഇപ്പോൾ വേറൊരു ട്രയാങ്കിൾ ഞാൻ പറയുന്നു. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സൈഡിൻ്റെ ലെങ്ത് അല്ല,
ഈ കാണുന്ന ലെങ്താണ്. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും? ഏകദേശം ഈ പോർഷനിൽ വരും. ആ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കൊടുത്തിരിക്കുന്ന ഹൈറ്റിനെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും. അതായത് 1/3 ഹൈറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ട്രയാങ്കിൾ പലതരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിലും വരുന്നത് ബേസിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് നോക്കും. അതേ ഡിവൈഡ് ബൈ 3 ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് റൈറ്റ് സർക്കുലാർ കോണാണ്. റൈറ്റ് സർക്കുലാർ കോണാണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലാർ കോൺ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 1/4 h ഫ്രം ഇറ്റ്സ് ബേസ് എന്നുള്ളതാണ്. റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? സർക്കുലാർ ഷേപ്പ് ആയിരിക്കും. എന്നിട്ട് മേളിലേക്ക് കോണിക്കൽ ഷേപ്പ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് സർക്കുലർ കോൺ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് മേളിലേക്ക് എന്തുണ്ട്? ഒരു ആക്സിസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ നേരത്തെ ട്രയാങ്കിളിൻ്റെ കേസിൽ 1/3 എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ വരുന്നത് 1/4 എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഹൈറ്റ് ഡിവൈഡർ ബൈ ഇതാണ് എച്ച് എന്നുള്ളത്, ഹൈറ്റ് എന്നുള്ളത്. ആ ഹൈറ്റ് ഡിവൈഡർ ബൈ എത്ര ചെയ്താൽ മതി? 4 ചെയ്താൽ മതി. ഈ h/4 ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? 1/4 h എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ അത്രയും ഹൈറ്റിലായിരിക്കും. 1/4 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത് അത്രയും ഹൈറ്റിലായിരിക്കും എന്തിരിക്കുന്നത്? റൈറ്റ് സർക്കുലർ കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. അത് എവിടെ ഇരിക്കും? ആ സെൻറ്റർ പോയിൻ്റ്, ആ താഴെ സർക്കുലർ ഷേപ്പാണ്. അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് മേളിലേക്കുള്ള ആക്സിസിൽ ഈ 1/4 ഹൈറ്റിലായിട്ടായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു സ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒരു സ്പിയർ തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സ്പിയർ ഓഫ് ഡയമീറ്റർ d ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം എവരി പോയിൻ്റ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സ്പിയർ എടുക്കുന്നു. അപ്പോൾ ആ സ്പിയറിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും എന്ത്? എല്ലാ പോയിന്റിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സ്പിയറിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റർ പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്? സ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ. അപ്പോൾ സ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ കൃത്യം നടുക്ക് സെൻട്രലായിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പിയറിൻ്റെ എല്ലാ പോയിന്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഹെമിസ്പിയർ ആണ്. ഹെമിസ്പിയർ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ആയിരിക്കില്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് ആണ്. കണ്ടത് ഇപ്പോൾ ഇത് ഹെമിസ്പിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മേളിലേക്ക്, അപ്പോൾ അവിടെ ഒരു ആക്സിസ് ഉണ്ടെന്ന് നമുക്കറിയാം. സെൻറ്റർ പോയിന്റിൽ നിന്ന് മേളിലേക്ക് ആക്ട് ചെയ്യുന്നു. ആ ആക്സിസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. പക്ഷേ അത് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ അറിയണം. ആ ഡിസ്റ്റൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താണ്? 3r / 8 ചെയ്താൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇത്രയും ആയിരിക്കും 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ മേളിൽ വരെ വളരെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 6 ഡിസ്റ്റൻസ് ആയിരിക്കും. അതിൻ്റെ റേഡിയസ് ആയിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. ആ റേഡിയസ് ഇൻറ്റു 3/8 ചെയ്താൽ മതി. അപ്പം അത്രയും ഡിസ്റ്റൻസ് 3r/8 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന എത്ര ഡിസ്റ്റൻസ് ആണോ ആ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നമ്മൾ എന്ത് വരുന്നത്? ഹെമിസ്പിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സെഗ്മെൻറ്റ് ഓഫ് എ സ്പിയർ. സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പിയറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ താഴെയുള്ള സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, അത് മേളിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, ആ ആക്സിസിലായിരിക്കും എന്ത് വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ. നമ്മൾ സ്പിയർ പറഞ്ഞു, ഹെമിസ്പിയർ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സെമി സർക്കിളാണ്. അപ്പോൾ ഇവിടെ സ്പിയർ അല്ല, എന്താണ് വരുന്നത്? സർക്കിളാണ് വരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്.
ഈ സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ താഴെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് മേളിലേക്കുള്ള ആക്സിസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 4r/3π ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് 4r/3π. അപ്പോൾ ഈ വാല്യൂ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം 4r/3π ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ അത്ര ഹൈറ്റ് മാറിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ നിന്നായിരിക്കും? നമ്മുടെ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് അത്ര ഹൈറ്റ് മേളിലേക്ക് മാറിയിട്ടായിരിക്കും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ട്രപ്പീസിയമാണ്. അപ്പോൾ ട്രപ്പീസിയത്തിൽ 2 വാല്യൂസ് ഉണ്ട്. അത് താഴെ നമ്മൾ എ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, ബി എന്നുള്ള വാല്യൂ ഉണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള ലെങ്ത് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബേസിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഈ ബേസിൽ നിന്ന് എത്ര ഹൈറ്റ് മാറിയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? h/3. h എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഹൈറ്റാണ്. h/3 × 2 + 2b / a + b എന്നുള്ള വാല്യൂ ആണ്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ ഈ താഴത്തെ ബേസിൻ്റെ കൃത്യം പകുതി ആ സ്ഥലത്തുനിന്ന് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന എത്രയാണോ വാല്യൂ അത്രയും മാറിയിട്ടായിരിക്കും അവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്തത് ക്യൂബാണ് പറയുന്നത്. ക്യൂബാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? എല്ലാ സൈഡും അതിൻ്റെ ഈക്വൽ അല്ലേ? അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എൽ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഫ്രം എവരി ഫേസ് എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു ക്യൂബ് എടുക്കുന്നു. അപ്പോൾ ഞാനിത് വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പോയിൻ്റ് ഇത് ഈ കാണുന്നതല്ല അതിൻ്റെ ഫേസ് എന്നുള്ളത്. അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ ഫേസിൽ നിന്ന്, അതിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു. ഇങ്ങോട്ട് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റല്ലേ വന്ന് മുട്ടുന്നത്. ഈക്വൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യൂബിൻ്റെ അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ആ സെൻറ്ററിലായിരിക്കും എന്ത് വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അത് പറയുന്നത് എങ്ങനെയാണ്? ആ ഫേസിൽ നിന്ന് നമ്മൾ ഈക്വലായിട്ട് ഡിസ്റ്റൻസ് വരയ്ക്കുകയാണെങ്കിൽ അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റ്. അപ്പോൾ ആ ഫേസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്ന ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ആ സെൻറ്റർ പോയിൻ്റിലായിരിക്കും എന്ത് വരുന്നത്? ക്യൂബിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു വസ്തു അതിലേക്ക് കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ സംഭവിക്കത്തില്ല. പക്ഷേ അത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനകത്ത് പല ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ന്യൂട്രലായി പോയിട്ട് അത് ഒരു സ്റ്റഡി സ്റ്റേറ്റിലിരിക്കുകയാണെങ്കിൽ നമുക്കതെന്തിന് എന്ത് പറയും? അത് ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെന്ന് പറയാം. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0 ആൻഡ് ഇഫ് ദർ ഈസ് നോ ടേണിങ് മൊമെൻറ്റ്. ഇപ്പോൾ ഒരു വസ്തുവിൽ പല ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാത്തിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു അവിടെ ഇത്ര ഫോഴ്സ് ആക്ട് ചെയ്താൽ അത് അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ടേൺ ചെയ്യാനുള്ള മൊമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതവിടെ ചുമ്മാ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് ഇതിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. there are 3 states ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഒന്നാമത്തെ എന്ത് പറയാം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. രണ്ടാമത്തത് എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. മൂന്നാമത്തത് ന്യൂട്രൽ ഇക്വിലിബ്രിയം നമുക്ക് പറയാം. അപ്പോൾ എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നാമത്തത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. A body is said to be in stable equilibrium if it returns to its original position when slightly displaced. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പറയുന്നത് എങ്ങനെയാണ്? ഒരു വസ്തു അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നു, നമ്മൾ ചെറിയൊരു ഫോഴ്സ് അതിൽ കൊടുക്കുന്നു.
അപ്പോൾ ആ ഫോഴ്സിനോട് ബന്ധപ്പെട്ട് അതിനൊരു ചെറിയൊരു പൊസിഷൻ വ്യത്യാസം വരുന്നു. ഒരു പൊസിഷൻ വ്യത്യാസം വരുമെന്നല്ല, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് മൂവ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് തിരിച്ച് നമ്മൾ നേരത്തെ ഇരുന്ന പൊസിഷൻ എങ്ങനെയാണോ അതിലേക്ക് തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. നമ്മൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കോണിക്കൽ ഒരു സർക്കുലർ കോൺ ആയിട്ടുള്ളൊരു വസ്തു ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോണിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുകയാണ്. എങ്ങനെ, നമ്മളിങ്ങോട്ട് അതിനെ ഒന്ന് ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതെന്ത് സംഭവിക്കും, ഇതൊന്ന് ഇതേപോലെ ചരിയും. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചരിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കൊടുത്ത ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളിപ്പോൾ കൈ കൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്, നമ്മൾ തിരിച്ചതിനെ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് നേരത്തെ ഇരുന്ന പൊസിഷൻ എങ്ങനെയാണോ അങ്ങോട്ട് തന്നെ ഇത് തിരിച്ച് പഴയ രീതിയിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ ഇതേപോലുള്ള എന്ന് വെച്ചാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, അതിൻ്റെ ചെറിയൊരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു, പക്ഷേ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ അത് എത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയും, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ ഇതിലൊരു കാര്യം കൂടെ നോക്കണം, ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ആസ് ലോ ആസ് പോസിബിൾ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം എവിടെയായിരിക്കും വരുന്നത്, താഴെ ഈ ഒരു പോയിന്റിലേ വരുന്നത്. അപ്പോൾ മാക്സിമം അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എത്ര താഴോട്ട് വരുന്നോ അതിനനുസരിച്ച് ആ കിട്ടുന്നത് എന്തായിരിക്കും, ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സർക്കുലർ കോണിൻ്റെ നമുക്കറിയാം അതിൻ്റെ മേളിലേക്കാണോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്, അല്ല, അതിൻ്റെ താഴോട്ടാണ് വരുന്നത്. വീണ്ടും താഴോട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്താവും, അത് കൂടുതൽ ആ വസ്തു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. എക്സാമ്പിളായിട്ട് പറയാം, എ ബോൾ ഓൺ എ കോൺകേവ് സർഫസ്. അടുത്തത് എന്താ പറയുന്നത്, ഫണൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, a body is said to be in an unstable equilibrium if it does not return to its original position when slightly displaced എന്നുള്ളതാണ്. Its center of gravity falls taking its away from its original position. അപ്പം എന്താണ് ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വസ്തു നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, തിരിച്ച് വീണ്ടും നമ്മൾ ആ പഴയ ഒരു ഷേപ്പിലേക്ക്, പഴയ ഒരു പൊസിഷനിലേക്ക് അത് എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇപ്പോൾ ആ കോണിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ പറയാം. ഇപ്പോൾ ആ കോണ് നമ്മൾ കഷ്ടപ്പെട്ട് അതിനെ ഈ ഒരു പൊസിഷനിലേക്ക് നിർത്തിയിരിക്കുകയാണ്, അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, താഴോട്ട് മറിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് അത് എത്തുന്നില്ല, അതും വീണ്ടും നമ്മൾ വേറൊരു രീതിയിലേക്കായിരിക്കും അത് പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഈ ബേസിൽ നിന്ന് ഇങ്ങോട്ടാണല്ലോ, ഇവിടെ ആയിരിക്കുമല്ലോ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. പക്ഷേ ഇതെന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഓൺ ഒരു ഹൈ പൊസിഷനിൽ, ഒരു മേളിൽ. ഇപ്പോൾ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്, ഇത്തിരി മേളിലല്ല ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്, താഴെ നിന്ന് നമ്മൾ നോക്കാൻ നേരത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ഒരു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ഒരു ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. അപ്പം എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം if one being slightly displaced, it takes a new position similar to its original one. The center of gravity remains undisturbed. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ കോണിൻ്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ ആ കോൺ തന്നെ എടുക്കുകയാണ്, ഈ ഒരു ഷേപ്പ് ഇരിക്കുകയാണ് കോൺ. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഇതെന്ത് സംഭവിക്കുന്നു, ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ആ പൊസിഷനിൽ തന്നെയല്ല, ചിലപ്പോൾ മാറി വേറൊരു പൊസിഷനിലേക്കായിരിക്കും വന്നത് ഇരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് വ്യത്യാസമൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലും അല്ല താഴെയും അല്ല എന്നുള്ള രീതിയിൽ ഏകദേശം സെൻറ്റർ പോയിന്റിലായിട്ടായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ ഈ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം ആ പോയിന്റിൽ തന്നെ ആയിരിക്കും, സെയിം പോയിന്റിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ ഒരു കോണ് ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ വീണ്ടും തിരിച്ച് അതേ ഷേപ്പിൽ തന്നെ വരണമെന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു പോയിന്റിൽ വന്ന് അത് റെസ്റ്റ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. എങ്ങനെയാണ് ഒരു വസ്തു അതിൻ്റെ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു വസ്തു ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വേണ്ടി നോക്കാൻ പോകുന്നത്. എ ബോഡി ഈസ് said to be in a state of equilibrium under the action of forces when there is no motion of rotation or translation of the body. These are three conditions of equilibrium of a body which are given below. അപ്പോൾ എന്താണ് ഒരു ബോഡി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? അപ്പോൾ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല, അതേപോലെ തന്നെ റൊട്ടേഷൻ ഉണ്ടാകാൻ പാടില്ല. അതൊരു റെസ്റ്റിംഗ് പൊസിഷനിലാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? അത് ഇക്വിലിബ്രിയം ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഇപ്പോൾ ഒരു വസ്തു അതിന് ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെന്താണെന്ന് പറയാം? അത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആൾജിബ്രൈക് സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് ആൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി മസ്റ്റ് ബി 0. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസ് എന്തായിരിക്കണം? അതിൻ്റെ എല്ലാ സമ്മും എടുക്കുമ്പോഴത്തേക്കും 0 ആയിരിക്കണം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആൾജിബ്രൈക് സം ഓഫ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ആൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി മസ്റ്റ് ബി 0. ഹൊറിസോണ്ടൽ കമ്പോണൻസിൻ്റെ സമ്മ് 0 ആയിരിക്കണം, വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കണം. പിന്നെ ലാസ്റ്റ് എന്താ പറയുന്നത്? ആൾജിബ്രൈക് സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ആൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി മസ്റ്റ് ബി 0. ഇപ്പോൾ ഇവിടെ ഒരു വസ്തു ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. കുറേ ഫോഴ്സുകൾ, ഇപ്പോൾ നമ്മൾ കുറച്ച് പേര് ഒരു വസ്തു ഇരിക്കുകയാണ്, അതിന് ഒരു സൈഡിലേക്ക് നമ്മൾ വലിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പേര് ഇങ്ങോട്ട് വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 പേര് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ഒരാളിപ്പോൾ ഇവിടെ 10 ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഒരാളിവിടെ 15 ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു എങ്ങോട്ട് മൂവ് ചെയ്യും? ആ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇപ്പുറത്ത് ഒരാളേ ഉള്ളൂ, ഒരാൾ 25 ഫോഴ്സ് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നോക്കാൻ നേരത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് എന്താണ് 25 ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്ക് എത്ര ആക്ട് ചെയ്യുന്നുണ്ട്? 10 + 15 എത്ര ആക്ട് ചെയ്യുന്നുണ്ട്? 25 ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓൾജിബ്രാക് സം എടുക്കുമ്പോൾ എന്താകും? 25 - 25 എന്നുള്ള 2 ഫോഴ്സും കൂടെ ഈക്വലായിട്ട് എന്തായി പോകും? രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും 0 എന്നുള്ളതാകും അല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയാൽ ഒരു സൈഡിലേക്ക് ഒരു വടം വലിക്കുവാണെന്ന് വിചാരിച്ചു, രണ്ടിടത്തേക്കും ഈക്വലായിട്ടുള്ള ഫോഴ്സാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുമോ? അത് അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈക്വിലിബ്രിയം ആണെന്ന് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയാം? ഹൊറിസോണ്ടൽ കമ്പോണൻസ് നമുക്ക് പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻസിൻ്റെ ആൾജിബ്രൈക് സമ്മ് 0 ആയിരിക്കണം. ഇതേപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സ്, ഇങ്ങോട്ടും കുറേ ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടും കുറേ ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെർട്ടിക്കൽ ഫോഴ്സുകളുടെ റിസൾട്ടൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ഫോഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആയിരിക്കണം. ഓക്കെ, വെർട്ടിക്കൽ കമ്പോണൻറ്റും 0 ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആണ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 അല്ല, ഇങ്ങോട്ട് 10 മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ട് 5 ആണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? അത് മേളിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇക്വിലിബ്രിയം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണൻസ് അതിൻ്റെ ഓൾജിബ്രൈക് സമ്മ് 0 ആയിരിക്കണമെന്ന് പറയാം. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സുകൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻസിൻ്റെ ഓൾജിബ്രൈക് സമ്മും 0 ആയിരിക്കണം. ഇത് രണ്ടും 0 ആയാൽ മാത്രം പോരാ. ലാസ്റ്റ് എന്താണ്? ആൾജിബ്രൈക് സം ഓഫ് ദ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫോഴ്സും ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സുകൾ മൊമെൻറ്റും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റൊട്ടേഷൻ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ടോർക്ക് എന്താണ്, ഒരു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടോർക്ക് ഓർ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ഓഫ് എ couple is given by the product of force applied and the arm of the couple, that is radius. In fact, moment means the product of force applied and the perpendicular distance of the point and the line of the force എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെന്താണ്, ഒരു ഷാഫ്റ്റാണെന്ന് വിചാരിക്കുക. ഇതിന് ഒരു റേഡിയസ് ഉണ്ട്, ഇതായിരിക്കും അതിൻ്റെ റേഡിയസ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇതിന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് കൊടുക്കുന്നത് എന്തിനാണ്, അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഫോഴ്സ് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ റേഡിയസ് ആയിരിക്കും. ഏതാണ്, ഇപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ പെരിഫറൽ, അതിൻ്റെ അറ്റവും ആയിട്ടുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം, റേഡിയസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അറ്റത്താണ് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സും അതേപോലെ തന്നെ ഈ റേഡിയസും, ഈ ആർ എന്നുള്ള റേഡിയസും അത് തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം ടോർക്ക് നമുക്ക് എന്തെന്ന് പറയാം, ടോർക്ക് ഈസ് ഈക്വൽ ടു ഈ എഫ് ഇൻറ്റു ആർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ആറ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ആ ഫോഴ്സ് കൂടിയാലും അവിടെ എന്തായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കുക, അതിന് ഫോഴ്സ് ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. ആ ഏത് പോയിന്റിലാണോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് നമുക്കിവിടെ റേഡിയസ് ആർ എന്ന് പറയാം. ഓക്കെ, അപ്പം ടോർക്ക് ഒന്നുകൂടെ പറയാണ്. ടോർക്കിനെ നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ആ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷനിൽ നിന്ന് പറയാം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് ആൻഡ് ദ ലൈൻ ഓഫ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് ഈ ഫോഴ്സ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, നമുക്ക് ടോർക്കായിട്ട്, അതിൻ്റെ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ഇതിൻ്റെ ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോബ്ലം ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.